പ്രിയപ്പെട്ടവരെ, നാം അത്ഭുതപ്പെട്ടു പോകുന്ന ഒരു വിവരണം ഉൾക്കൊള്ളുന്ന ഭാഗമാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള ഭാഗം. ഏലിയാ ശ്ലീഹാ മൂശാക്കാലത്തെ 2-ാം ഞായറാഴ്ച സഭ നമുക്ക് ധ്യാനിക്കാൻ തരുന്ന സുവിശേഷ ഭാഗമാണിത്. ഇതിൻ്റെ ആരംഭ ഭാഗം കഴിഞ്ഞ ആഴ്ചയിൽ നാം ധ്യാനിച്ചിരുന്നു. ഈ ഭാഗം ഒരു തുടർച്ചയാണ്. ഈശോ മലയിൽ വെച്ച് രൂപാന്തരപ്പെട്ടിട്ട് താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് സംഭവിക്കുന്ന ചെറിയ കാര്യങ്ങൾ മാത്രമാണ് ഇതിലെ പ്രതിപാദ്യം. അധികം കാര്യങ്ങളൊന്നും ഇതിലില്ല. പക്ഷേ ഇറങ്ങി വരുന്ന സമയത്ത് ശിഷ്യന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഏലിയ വരുമെന്ന് പറഞ്ഞത് ശരിയാണോ? അപ്പോൾ അതിന് ഈശോ കൊടുക്കുന്നൊരു ഉത്തരമാണ്. ആ ചോദ്യമാണ് നമ്മളെ അത്ഭുതപ്പെടുത്തി കളയുന്നത്. കാരണം പഴയ നിയമം അവസാനിക്കുന്നത് മലാക്കിയുടെ പുസ്തകം 4-ാം അധ്യായം 5-6 വാക്യങ്ങളിലാണ്. ആ വാക്യങ്ങളിൽ ഇങ്ങനെ നാം കാണുന്നു: കർത്താവിൻ്റെ മഹത്വപൂർണമായ ആഗമനത്തിന് മുമ്പ് ഏലിയ എത്തും. ഏലിയ പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും മക്കളുടെ ഹൃദയങ്ങളെ പിതാക്കന്മാരിലേക്കും തിരിക്കും. നോക്കൂ, 1500ഓളം വർഷങ്ങളെടുത്ത് BC 2000 മുതൽ 500 വരെ എഴുതപ്പെട്ട വിവിധ സ്ഥലങ്ങളിലിരുന്ന് പരസ്പരം ബന്ധമില്ലാത്ത ഗ്രന്ഥകർത്താക്കൾ എഴുതിയ സുവിശേഷത്തിലെ വിവിധ പുസ്തകങ്ങൾ തമ്മിലുള്ള അന്യാദൃശ്യമായ ബന്ധം നമ്മുടെ സിരകളെ ത്രസിപ്പിച്ചു കളയും. അങ്ങനെ അവസാനിക്കുന്നു. സ്നാപകയോഹന്നാനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഈ പഴയ നിയമം അവസാനിക്കുകയാണ്. അതിനുശേഷം നമ്മൾ കാണുന്നത് എഴുതപ്പെട്ട രീതിയിൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന ആദ്യത്തെ പുതിയ നിയമ പുസ്തകം മർക്കോസിന്റെ സുവിശേഷം തുടങ്ങുന്നത് സ്നാപകന്റെ പ്രഭാഷണം എന്ന് പറഞ്ഞാണ്. പിന്നെ നമ്മൾ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്. സ്നാപകയോഹന്നാന്റെ ജനനത്തെക്കുറിച്ച് മാലാഖ പറയുന്നതാണ്: പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും മക്കളുടെ ഹൃദയങ്ങളിലെ പിതാക്കന്മാരിലേക്കും തിരിക്കാൻ വേണ്ടി ഏലിയയുടെ ശക്തിയോടും ചൈതന്യത്തോടും കൂടെ അവൻ വരുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ഒരു പാരസ്പര്യം, ഈ ഒരു തുടർച്ച, ഇതിൽ അന്തർലീനമായിരിക്കുന്ന അപാരവും അന്യാദൃശ്യവുമായ ദൈവികത, അത് നമ്മളെ വല്ലാത്ത രീതിയിൽ അത്ഭുതപ്പെടുത്തി കളയുന്നു. പുതിയ നിയമവും പഴയ തമ്മിലുള്ള തുടർച്ച, പഴയ നിയമത്തിന്റെ തുടർച്ച പുതിയ നിയമത്തിൽ. അപ്പോൾ ഈ മലയിൽ മോശയും ഏലിയായും കൂടെ സന്നിഹിതരായിട്ടുള്ള ആ ദൃശ്യത്തെക്കുറിച്ച് KP കേശവമേനോൻ, മാതൃഭൂമിയുടെ ആദ്യ പത്രാധിപരാണ് അദ്ദേഹം, യേശുദേവൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ നോക്കുക. പഴയ കാലങ്ങളിലൊക്കെ വർഗീയതയോ അങ്ങനത്തെ സങ്കുചിത ചിന്തകളോ ഇല്ലാതിരുന്ന സമയത്ത് സാധാരണ മനുഷ്യർക്ക്, അപാര ചിന്താശേഷിയുള്ള മനുഷ്യർക്ക് ക്രൈസ്തവഗീതയോടും സുവിശേഷ മൂല്യങ്ങളോടും ഉണ്ടായിരുന്ന ബന്ധം നോക്കൂ. മാതൃഭൂമി എന്ന് പറയുന്ന പത്രത്തിന്റെ ആദ്യ പത്രാധിപർ യേശുദേവൻ എന്ന് പറയുന്ന ഒരു പുസ്തകം തന്നെ രചിച്ചു. അതിന്റെ ആമുഖത്തിൽ അദ്ദേഹം എഴുതുന്നുണ്ട്. 1971 കോഴിക്കോട് വെച്ച് അദ്ദേഹം എഴുതുകയാണ്: ആ മുഖത്തിൽ, തേജോമയമായ മുഖം കരുണയുടെ ഒടുങ്ങാത്ത ഉറവിടമാണ്. ആ പുരുഷനെ കുറിച്ച് എഴുതണമെന്നുള്ള തീവ്രമായ എൻ്റെ ആഗ്രഹത്തിൽ നിന്നാണ് ഞാൻ ഇത് എഴുതുന്നതെന്ന് പറഞ്ഞ് അദ്ദേഹം ബൃഹത്തായ ഒരു പുസ്തകം രചിക്കുകയാണ്. നമ്മൾ അത് വായിക്കുമ്പോൾ അദ്ദേഹം മാമോദീസ മുങ്ങാതെ തന്നെ ക്രിസ്ത്യാനിയായി ജീവിച്ച ആളാണെന്നോ യാതൊരു സംശയവുമില്ല. ക്രൈസ്തവ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ചെയ്തതെന്ന് യാതൊരു സംശയവുമില്ല. അത്രമാത്രം തീവ്രമാണ്. അപ്പോൾ അവിടെ അദ്ദേഹത്തിന്റെ ഒരു അധ്യായം തന്നെ ഇതാണ്, രൂപാന്തരീകരണത്തെ കുറിച്ചാണ്. അപരിമേയമായ ഒരു ദർശനം, അന്യാദൃശ്യമായ ദർശനം എന്ന തലക്കെട്ടിലാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് എഴുതുന്നത്. അപ്പോൾ ഈ ശിഷ്യന്മാർ ചോദിക്കുന്ന ചോദ്യത്തെക്കുറിച്ചും ഈശോ എന്തുകൊണ്ടത് വിലക്കി, ആദ്യത്തെ ഭാഗം ഇതാണ്: മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ യേശു അവരോട് ആജ്ഞാപിച്ചു, മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെടുന്നവരെ ഈ ദർശനത്തെക്കുറിച്ച് ആരോടും പറയരുത്. അതിന് KP കേശവമേനോൻ കൊടുക്കുന്ന ഒരു വിവരണം ഇതാണ്. കാരണം ഇത് ആരും വിശ്വസിക്കില്ല. ഈശോയുടെ ശിഷ്യന്മാർ തന്നെ, മറ്റുള്ളവർ തന്നെ വിശ്വസിക്കില്ല. അവരൊരുപക്ഷെ ഇവരെ എതിർത്തേക്കാം. അതുകൊണ്ട് ഒരു മഹത്വപൂർണമായ ഒരു കാര്യം ഇനി നടക്കുന്നത് വരെ ആരും അറിയാതിരിക്കട്ടെ, അന്ന് അവർക്കിത് മനസ്സിലാവും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞു, ഉയർപ്പിക്കപ്പെടുന്നത് വരെ, മനുഷ്യപുത്രൻ ഉയർത്തെഴുന്നേൽക്കുന്നവരെ ഇത് ആരോടും പറയരുത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കുക, നമുക്ക് ചിലപ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാവുന്ന അപരിമേയമായ ദൈവിക ദർശനങ്ങൾ, അതിനെക്കുറിച്ച് നമ്മൾ എല്ലാവരോടും നമ്മൾ പറഞ്ഞു നടന്നാൽ അതിൻ്റെ മഹിമ നമുക്ക് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാം. അത് നമുക്ക് തരുന്ന ദൈവിക അനുഭവത്തിൻ്റെ തീവ്രത നമുക്ക് നഷ്ടപ്പെട്ടു പോകാം. അതുകൊണ്ട് സമയം വരുന്നതുവരെ കാത്തിരിക്കുക. അല്ലെങ്കിൽ ഇതിന് മറ്റൊരു തരത്തിലുള്ള വ്യാഖ്യാനം നമ്മൾ ഓർക്കുക. ചില
ജീവിതത്തിൽ നടക്കുന്ന ചില സംഭവങ്ങളുടെ അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാകണമെങ്കിൽ കാലങ്ങളെടുക്കും. കാലമാണ് ഏറ്റവും വലിയ അധ്യാപകൻ. ഇപ്പോൾ കാലങ്ങൾ എടുത്തു കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. 2 പ്രാവശ്യം ഒരു പെൺകുട്ടി 2 പ്രാവശ്യം IELTS പരീക്ഷയ്ക്ക് തോറ്റുപോയതിൻ്റെ കാരണം ഇന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ധ്യാനം കൂടി കഴിയുമ്പോൾ അപ്പോഴാണ് മനസ്സിലാകുന്നത് ദൈവം തന്നിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടിയായിരുന്നു ഈ അനുഭവങ്ങളെല്ലാം തന്നതെന്ന്. അപ്പോൾ ഈശോ അവരെ തടയുന്ന ഇതാണ്. ഈശോയുടെ ഉത്ഥാനം മഹത്വപൂർണമായ രൂപാന്തരീകരണമാണ്. അത് കണ്ടിട്ട് ഈശോയുടെ പ്രത്യക്ഷപ്പെടൽ കണ്ടിട്ടുള്ള ആളുകളോട് പിന്നീട് പറയുമ്പോൾ അവർക്ക് യാതൊരു സങ്കോചം ഉണ്ടായില്ല, സംശയം ഉണ്ടാകില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഈശോ അവിടെ വരെ തടഞ്ഞു നിർത്തിയത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമായിട്ടുള്ള മറ്റൊരു കാര്യം ഇതാണ്. നമ്മൾ പിന്നീട് ഈശോ പറയുന്നുണ്ട്, ഏലിയ വരണമെന്ന് പറയുന്നു, വന്നു കഴിഞ്ഞു എന്ന് സ്നാപകനെ കുറിച്ചാണ് പറഞ്ഞതെന്ന് പറയുന്നു. അപ്പോൾ സ്നാപകൻ കർത്താവിന് വഴിയൊരുക്കിയ ആളാണ്. നമ്മളോട് തന്നെ ചോദിക്കുക, ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ ഞാൻ വഴിയൊരുക്കുന്നുണ്ടോ? മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ദൈവം തമ്പുരാൻ കടന്നു ചെല്ലാൻ മാത്രമുള്ള പാത വെട്ടുന്നവരാകുന്നുണ്ടോ നമ്മൾ? അതോ അവരുടെ ജീവിതത്തിലെ ദൈവികതയെ അടച്ചു കളയുന്നവരാകുന്നു നാം? ആ ചോദ്യം നമ്മുടെ മുമ്പിൽ വരുന്നു. നമ്മളൊക്കെ പണ്ട് കാലങ്ങളിലൊക്കെ നോക്കുക, നമ്മൾ രൂപങ്ങൾ നമ്മുടെ വഴികളിലൂടെ എഴുന്നള്ളിച്ചു വരുമ്പോഴൊക്കെ വഴിയൊരുക്കി എത്രയോ ഭംഗിയാക്കിയിരുന്നു. നമ്മുടെ ചുറ്റുപാടുകളെ ശരിയാക്കിയിരുന്നു. എന്നതുപോലെ നമ്മുടെ ജീവിതത്തിലും ദൈവ സാന്നിധ്യത്തിൻ്റെ വഴികൾ ഒരുക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാകുന്നുണ്ടോ? നമ്മൾ അങ്ങനത്തെയുള്ള മുഹൂർത്തങ്ങൾ തേടി പോകുന്നുണ്ടോ? അല്ലെങ്കിൽ ദൈവിക ദർശനം നമുക്ക് തരുന്ന സ്ഥലങ്ങൾ നമ്മൾ സന്ദർശിക്കാറുണ്ടോ? അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടോ? ധ്യാനങ്ങളിലൂടെ പങ്കെടുക്കുന്നുണ്ടോ? ഇതെല്ലാം നമ്മുടെ മുമ്പിലുള്ള വലിയ ചോദ്യങ്ങളാണ്. രണ്ടാമത്തത്, ഈശോ പറയുന്നു, സ്നാപകനോട് അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം അവർ ചെയ്തു. നോക്കൂ, ദൈവത്തിന് വഴി ഒരുക്കിയ സ്നാപക യോഹന്നാനോട് ജനക്കൂട്ടം ചെയ്തത്, അല്ലെങ്കിൽ ആ സമൂഹം ചെയ്തത്. നമ്മുടെ മുമ്പിലുള്ള രണ്ടാമത്തെ ചോദ്യം ഇതാണ്, നമ്മൾക്ക് വഴിയൊരുക്കി തരുന്നവരോട് നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത്? നമ്മുടെ പുരോഹിതന്മാരോട്, നമ്മുടെ സന്യസ്തരോടൊക്കെ നമ്മൾ എങ്ങനെ പെരുമാറുന്നു? കഴിഞ്ഞ ദിവസം ഒരു അച്ഛൻ്റെ വേദനാജനകമായ ഒരു കുറിപ്പ് കണ്ടു. അദ്ദേഹം വലിയ രോഗബാധയിലൂടെ കടന്നുപോയി. ബ്രെയിൻ ഒരു സർജറി, 2ാമത്തെ സർജറിക്ക് വിധേയനായിട്ട് അദ്ദേഹം സങ്കടം കിനിയുന്ന ഭാഷയിൽ അദ്ദേഹം എഴുതുകയാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു ഹൈന്ദവൻ വന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഞങ്ങളുടെ സമൂഹത്തിൽ ഒരിക്കലും പൂജാരിമാർക്ക് ഒരുപാട് തെറ്റുണ്ട്, അവരെ വിമർശിച്ച് ഞങ്ങൾ പോസ്റ്റ് ഇടുകയും പറഞ്ഞു വരത്തുകയൊന്നുമില്ല. മൗലവിമാർക്ക് എത്രയോ തെറ്റുകളുണ്ട് ആരെങ്കിലും, പക്ഷേ നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും ചെറിയ പാളിച്ചകൾ സംഭവിക്കുമ്പോൾ അത് ഊതിപ്പെരുപ്പിക്കുകയാണ്. അങ്ങനെ സങ്കടം കൊണ്ട് ഒരുപാട് തരത്തിൽ വേദനിക്കുന്ന വൈദികരെക്കുറിച്ച്, അനുഭവത്തെക്കുറിച്ച് എഴുതുകയാണ്. നമ്മൾ ചില സമയത്ത് നമ്മൾ കാണുന്നു, വൈദികരെയൊക്കെ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾക്കും ക്ഷണിക്കുന്നു. ഒരു മാമോദീസായ്ക്ക് ഒരു അച്ഛനെ വിളിച്ചിട്ട്, ഒരു പ്രായമായ അച്ഛനാണ്, വണ്ടിയിൽ കൊണ്ടുവന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അച്ഛൻ അവിടെ ഇരുന്നിട്ട് ഈ വണ്ടി കൊണ്ടുവന്ന ആളെ ഫോൺ വിളിക്കുകയാണ്. പല പ്രാവശ്യം വിളിച്ചിട്ട് അറ്റൻഡ് ചെയ്യുന്നില്ല. അതെല്ലാം കഴിഞ്ഞിട്ട് ആൾക്കാർ പോയി. പിന്നീട് അതിനെക്കുറിച്ചൊന്നും ശ്രദ്ധയില്ല. വേറൊരു വൈദികനോട് പറഞ്ഞു, അകലെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 5 മണിക്കൂർ ദൂരം ഡ്രൈവ് ചെയ്ത് പോവുകയാണ്, വണ്ടി പിടിച്ചു പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു. അതെല്ലാം കല്യാണമാണ്, കെട്ടിച്ചു കഴിഞ്ഞു, പിന്നീട് ആരെയും കാണുന്നില്ല. ഭക്ഷണം അങ്ങ് അകലെ ഒരു റിസോർട്ടിലാണ്. അപ്പോൾ വളരെ നിരാശനായിട്ട് കയ്യിൽ നിന്ന് 5000-ഓളം രൂപ എന്നിട്ട് തിരിച്ചു വന്ന് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് അദ്ദേഹത്തിന് പോകേണ്ടി വന്നു. നോക്ക്, എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ആത്മീയ പാലകരോട് പെരുമാറുന്നത്? മൃതസംസ്കാര ശുശ്രൂഷയിൽ ദേവാലയത്തിൽ മൃതശരീരം വെച്ചിട്ട് ശുശ്രൂഷി ഈ മൃതനായി കിടക്കുന്ന ആളുടെ പ്രാർത്ഥന എന്ന പോലെ പറയുന്നുണ്ടല്ലോ, എൻ്റെ പിതാക്കന്മാരും ആത്മീയ പാലകരുമായ പുരോഹിതരെ, നിങ്ങളോടും ഞാൻ യാത്ര പറയുന്നു, ദൈവവചനങ്ങളാൽ എന്നെ പോഷിപ്പിച്ച നിങ്ങളോടും ഞാൻ യാത്ര പറയുന്നു. പക്ഷേ നമുക്ക് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ എങ്ങനെ ആത്മീയ നേതൃത്വങ്ങളോട് നമ്മൾ പെരുമാറുന്നു? അകലെ നിന്ന് ബന്ധുവിൻ്റെ ഒരു വിവാഹം ആശീർവദിക്കാനായിട്ടൊരു പിതാവ് വരികയാണ്, ദൂര യാത്ര ചെയ്തിട്ട് വരികയാണ്. പിതാവ് അരമണിക്കൂറോളം കാത്തിരിക്കുന്നവർ വരാൻ വേണ്ടി. ഇതെല്ലാം കഴിഞ്ഞു, പിന്നീട് പിതാവിൻ്റെ അടുത്ത് വന്ന് ഒരു താങ്ക്സ് പോലും പറയാൻ ആൾക്കാരില്ലാതെ പോകുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സുവിശേഷ ഭാഗത്തിലെ നമ്മുടെ പ്രായോഗിക ചിന്തകൾ ഇതെല്ലാമാണ്.